എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഒരു ബേക്കറി സ്റ്റൈൽ ചിക്കൻ സാൻഡ്വിച്ച് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് 150 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ ചിക്കൻ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് 250 ഗ്രാം വരെ ബോൺലെസ് ചിക്കൻ എടുക്കാവുന്നതാണ്. ഈ ചിക്കൻ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളവും കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് ചിക്കനെല്ലാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഇതേ ഫ്ലെയിമിൽ തന്നെ ഒരു 3-4 മിനിറ്റ് കൂടി മൂടി വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വീണ്ടും ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന ശേഷം ചിക്കനിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി ഉപ്പും കുരുമുളകും എല്ലാം ചിക്കനിലേക്ക് നന്നായി പിടിച്ച് ചിക്കനൊന്ന് സോഫ്റ്റായി വെന്ത് കിട്ടാനായിട്ട് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കനെല്ലാം നന്നായി സോഫ്റ്റായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ചിക്കനെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഉപയോഗിച്ച് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ചിലേക്കുള്ള ഒരു ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് സ്റ്റവിലേക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴികെയുള്ള ഏതൊരു വെജിറ്റബിൾ ഓയിലും ഇതിലേക്കായി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെളുത്തുള്ളിയുടെ പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു പകുതി സവാള ക്യൂബ്സായിട്ട് അരിഞ്ഞ് ചേർത്തിട്ട് ഒരു 10-15 സെക്കൻഡ് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്ന എല്ലാ പച്ചക്കറികളും ഉള്ളി വേവാതെ പുറം മാത്രം ഒന്ന് വാടി കിട്ടാനായിട്ട് ഹൈ ഫ്ലെയിമിലാണ് വഴറ്റിയെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചെറുതായി അരിഞ്ഞ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ചെറുതായി അരിഞ്ഞ ക്യാരറ്റും ഒപ്പം തന്നെ 1/4 കപ്പ് അളവിൽ ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കവും കൂടെ തന്നെ ഒരു പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഓപ്ഷണലാണ്, നിർബന്ധമില്ല. കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് 1-2 മിനിറ്റ് വഴറ്റി പച്ചക്കറികളെല്ലാം ഒന്ന് വാടി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ ഉടനെ തന്നെ നമുക്കിതിലേക്ക് 2-3 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മല്ലിയില നിർബന്ധമില്ല, ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ്. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്കത് ചൂടോടുകൂടി തന്നെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത മയോണൈസാണ് എടുത്തിരിക്കുന്നത്. മുട്ട ചേർത്തും ചേർക്കാതെയും 2 തരത്തിൽ മയോണൈസ് തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു മിക്സ് കൊണ്ട് ചിക്കൻ സാൻഡ്വിച്ച് മാത്രമല്ല കുബൂസിൻ്റെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ റോൾ ചെയ്ത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ട ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റവിൽ ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്ത് ബ്രെഡിൻ്റെ ഒരു സൈഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബട്ടറിന് പകരമായിട്ട് നെയ്യും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് കൊണ്ട് ഏകദേശം 3 സാൻഡ്വിച്ച് വരെ തയ്യാറാക്കിയെടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു 6 ബ്രെഡ് സ്ലൈസ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാം. നമുക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് എടുത്ത് ബട്ടർ തേക്കാത്ത ഭാഗത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം മറ്റൊരു ബ്രെഡ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒരു തവ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസ് കൂടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് വെച്ചൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബേക്കറി സ്റ്റൈൽ ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ മതി. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.